ഇതാണ് ഗോപാലൻകുന്ന്. തെക്കൻ കേരളത്തിൻ്റെ എല്ലാ ഹരിതഭംഗിയും ചൂടി നിൽക്കുന്ന ഗ്രാമം. പൂക്കളും പുഴകളും കാടും മലയും എല്ലാം ചുറ്റപ്പെട്ടതാണ് ഗോപാലൻകുന്ന്. പിന്നെ എല്ലാ ഗ്രാമത്തിലെയും പോലെ കുറേ തലതെറി ചൗമാരി ഇവിടെയും ഉണ്ട്. ഇയാൾ കുറേ നേരം കൊണ്ട് തുടങ്ങിയാണല്ലോ. ഇയാൾ പറയാനുള്ളത് പറഞ്ഞിട്ട് പോടോ. ഇയാൾ ക്ഷമിക്കണം, കുറേ നല്ലവരായ ചെറുപ്പക്കാരുള്ള ഗ്രാമം പോരെ. ഇനിയുള്ളത് നിങ്ങൾ കണ്ടറിയണം. നല്ല ബോളായിരുന്നു. നല്ല ബോളായണ്ട ഔട്ടായത്. ഇന്നലെ രാത്രി വന്നേ അടുത്താരടാ എനിക്ക് കളിക്കാനുള്ളേ ബാറ്റ് ചെയ്യാനുള്ളേ. അണ്ണാ ബാറ്റിങ്ങ വേണ്ട താഴെ ഇട്ടോ. അതെന്താ നല്ല എരണോ അടുത്ത ഡബിൾ സെഞ്ചുറി ഒക്കെ അടിക്കാം. ആണാണ് നീയൊക്കെ കള്ളക്കളി കാണിച്ചില്ലോടാ. ഓ മര ആക്കിയതാണടാ. നീയൊക്കെ ആക്കിയതായിരിക്കും. ഇതെന്തോടാ താമരയോ? പട്ട് ഫുൾ ടൈം വെള്ളത്തിലാ. ഇതിലാണെങ്കിൽ കൊഴിഞ്ഞു പോയി, ഉള്ളതാണെങ്കിൽ തണ്ട് അത് ആടിയും പോയി. ഇതൊക്കെ ഇതുപാടേ എന്തോ ഒരു എങ്ങനെയുണ്ടാ ഗൾഫൊക്കെ? ഗൾഫൊക്കെ എന്തോ ഗൾഫ് ചെയ്തോടെ. കുറെ മാനം മുട്ടിയേക്കുന്ന കുറെ ബിൽഡിങ്ങുകളും മനുഷ്യരെ മിഷ്യൻ പോലെ കാണുന്ന കുറെ ഫാക്ടറി. പിന്നെങ്ങനെ പോകുന്നണ്ണാ? ആര് പോവാ, ഞാൻ നിർത്തിയല്ല ചിന്തിക്കൂടെ. ഇവിടെ കിടന്നിട്ട് എന്ത് കിണ്ടി കാണിക്കാനാ എടുക്കുക? ഇവിടെ വല്ലാത്തൊരു ബിസിനസ് നോക്കണോടാ. ബിസിനസ് വണ്ടർഫുൾ ഐഡിയ. ബിസിനസ് വണ്ടർഫുൾ ഐഡിയ മാൻ. ക്രിക്കറ്റ് ചെയ്യണേ ക്രിക്കറ്റ് ചെയ്യണേ. അയ്യോ ചാർജ് കയറുന്നു ഓഫ് ആയി. എന്താടാ രണ്ട് ഫിക്സ്. കഴിയാണിത് ഇതിലാവാളാ അല്ലേ? ചുണ്ടാ ഇനി ഞങ്ങൾ അടിച്ചോളാം. വായിലൊക്കെ ഇനി ഞങ്ങൾ അടിച്ചോളാം. അതറിയിക്കണം. ഇതിലില്ലല്ലേ? ഏതാടാ ചെറുക്കൻ? എല്ലാ ഞായറാഴ്ചയും പോകുന്ന കാണാം. എങ്ങോട്ടടാ? അണ്ണാ എനിക്കറിയാം. അയ്യോ, എങ്ങോട്ടാ പോന്നേ? ഗിരിയാൻ്റെ വീട്ടിലാ പോന്നെ. അണ്ണാ ചുമ്മാതാ. ഗിരിയേട്ടൻ പോയിട്ട് 3 മാസമായി. എന്നോട് പറഞ്ഞിട്ടാ പോയെ. ആ ചെറുക്കന്റെ വാക്കൊന്നും വിശ്വസിക്കില്ല. അത് ശരിയാടേ. ഞങ്ങളോട് ഒരുമിച്ച് തുടർന്ന് കളിച്ചാൽ തല അങ്ങനെ പോകുന്ന തലേ ദിവസം. അപ്പൊ നീ വളയിഷ്ടം നിർത്തിയോ? ആർക്കാ ഒരു ചെഞ്ച് ഇഷ്ടമില്ലാത്ത? ഡാ, ആ പട്ടളക്കാരൻ കിരീടായിട്ടാണ് ഇവൻ പറയുന്നേ. അത് തന്നെ. പിന്നെന്തിനാടാ നീ കള്ളത്തരം പറഞ്ഞേ? എന്റെ പൊന്നജിലണ്ണ ഗിരിയണ്ണ മാത്രമല്ലേ പോയുള്ളൂ, വേറെ ആളുണ്ടല്ലോ അവിടെ. പിന്നെ ആരാടാ അവിടെ ഉള്ളേ? ആന്റി ഉണ്ടല്ലോ അവിടെ. ഓ മനസ്സിലായി. അനാവശ്യം പറയടാ, അവരാണെങ്കിൽ വീടിന്റെ വെളിയിൽ പോലും ഇറങ്ങും. ഓഹോ, നീ സെർച്ച് ചെയ്യാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ. അത് മാത്രമല്ല ഗിരിയണ്ണൻ പോയിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. പിന്നെ ഓറഞ്ച് ചട്ടി അവിടെ കഴിവിട്ടേക്കുന്നേ നീ കണ്ടോ? കണ്ടതാരണ. അതും ജോക്കിയുടെ ചട്ടി. എനിക്ക് പോലും ഇല്ല ജോക്കിയുടെ ചട്ടി. പോടാ അണ്ണാ സംഗതി മറ്റേ എന്ത് മറ്റേത്? ഇവന്മാരെ വാക്ക് കേട്ടിട്ട് എടുത്ത് കട നിൽക്കില്ലേ? അല്ലണ്ണ, ചട്ടിയണ്ട മനസ്സിലാവുന്ന പ്രായമൊക്കെ എനിക്കായി. വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ കണ്ടതാ. കണ്ട വരത്തന്മാരൊക്കെ ഇവിടെ കിടന്ന് ഇറങ്ങുമ്പോ. അല്ലെങ്കിൽ നിനക്കൊക്കെ 100 നാവാണല്ലോ, ആരോ എന്തോ ചോദിക്കാതെ. അല്ലടാ, വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നീയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്തായാലും അടുത്ത ആഴ്ച ഞാൻ അവനെ പൊക്കും. ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെയും ചാടിയാലേ ചട്ടിയോളം. ചട്ടിയോളോ? എന്തുവാടേ? സോറിയണ്ണ, മാറിപ്പോയി. നീ വാടേ, ഒരു കാര്യം ചോദിക്കട്ടെ. നീ വാടേ. മറ്റേ ആന്റി എങ്ങനെ ഉണ്ടളിയ? പൊളിയ. അതറിയണോടേ.
ഹരേ ഹരിയേ എന്തുടാ ആ നീ ഉറങ്ങിക്കോ, ആ മൈത്താണ്ടിയെ പൊക്കണ്ടടാ. ഓ ശേ ഞാനങ്ങ് മറന്നുപോടാ. എന്നാ വാ ഇങ്ങോട്ട്. ഇതാ ഒരു മിനിറ്റ് ഇതാ വരുന്നത്. നീ എവിടെ പോവാ? വാടാ ഇങ്ങോട്ട്. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ദാ പോന്നു. ഇവനെ കൊണ്ട് ഇനി എപ്പോ പോനാടാ? വാടാ ഇങ്ങോട്ട്. ഇതാ വരുന്നത്. ടൂളെല്ലാം എടുക്കാൻ പോകാനോടെ? അതൊന്നും വേണ്ട കേട്ടോ. ടൂളല്ലേ കവചുണ്ട ഇടാൻ പോയതാ. ഏയ് എന്തുകൂടെ ബ്രേക്കൊക്കെ വല്ല ഉണ്ടോടെ ഇതിന്? പബ്ജി നിരോധിച്ചു വലിച്ച്. വരുന്നില്ലേ? അച്ഛണ്ട് പൊക്കോ, വരാൻ പൊക്കോ. ആ സഖാവ് വന്നടേ. ഇനി പോലീസ് കേസ് വന്നാലും വിഷയമില്ലടേ. ആ ഇവനല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞവൻ? ആ അവൻ തന്നെ. ആര് ഇവനാണോ? ആ അന്ന് പറഞ്ഞ കേസ്. ചക്കരെ ദാ മോനെ, ചക്കരെ നീ ഓളാ. അതാ നിന്നെ തന്നെ ഇങ്ങ് വാ. അവിടെ വേറെ ആരും ഇല്ല, നീ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നിനക്കെന്താ അത്ര വരാൻ മടി? ഞാൻ വന്നില്ല ഏട്ടാ, അങ്ങനൊന്നുമില്ല. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. വല്ല പെരുവെല്ലാം ആണ് ഏട്ടാ. എടാ കഴിവാറാൻ പോലെ ഞങ്ങളെ കണ്ട പിരുവാരെ പോലെ തോന്നുന്നു. ഡാ മോനെ, എന്താ നിന്റെ പേര്? നീ എവിടെ ഉള്ളേ? നീ നിർത്ത്, നീ പറഞ്ഞു തരുമ്പോൾ നേരം വിളിക്കും. നിനക്കെന്താ ഗിരിയന്റെ വീട്ടിൽ കാര്യം? തിന്നു വന്നടാ കുട്ടാ നീ. എന്തിനാണ് വെറുതെ അനാവശ്യം പറയുന്നത്? നിനക്ക് കാണിക്കാം. എന്തോടെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞൂടെ? നീ വന്നപ്പോഴത്തോടെ ഷോ കാണിക്കണല്ലോടാ. ഒറ്റ സിംഗിൾ എന്നുണ്ടല്ലോ. എന്തുടാ നിന്റെ പേര്? സച്ച്. കളിക്കാരനാണല്ലേ അപ്പോ? നീ ആ ഗിരിയന്റെ ഭാര്യയായിട്ട് എന്തുടാ ചുറ്റിക്കളി? ചേട്ടാ എന്നെ എന്തുകൊണ്ടും പറഞ്ഞു, ആ ചേച്ചിയൊന്നും പറയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ല അവര്. അവർക്കെൻ്റെ ചേച്ചിയുടെ സ്ഥാനമാണ്. ചേച്ചിയോ? ആ എന്നിട്ട് അതെ ഏട്ടാ, ചേച്ചിയാ. അതേപോലെ കാണാൻ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നില്ലല്ലോ. അതിനൊരു നല്ല മനസ്സ് മാത്രം മതി. ചേട്ടാ ഞാനിവിടെ വരാൻ തുടങ്ങി 5 വർഷമായി. ഗിരിയേട്ട കല്യാണം കഴിച്ച് 2 വർഷമല്ലേ ആയുള്ളൂ. പിന്നെ ഞാനും ഗിരിയേട്ടനുമായിട്ടുള്ള ബന്ധം. ഞാൻ പഠിച്ചത് വളർന്നതല്ല ഓർഫനേജിലാണ്. പിന്നെ എന്നെ പഠിപ്പിച്ചും എല്ലാം ചെയ്ത ഗിരിയേട്ടനാണ്. പുള്ളിക്കാരൻ സത്യത്തിൽ എൻ്റെ ഗാർഡിയനെ പോലെയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഏട്ടൻ്റെ സ്ഥാനമാണ്. എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് റൂം വാടകയ്ക്കെടുത്താൽ താമസം. അവരെല്ലാം ഞായറാഴ്ചയും വീട്ടിൽ പോവും. ഞാൻ റൂമിൽ തന്നെ ഇരിക്കാറാ പതിവ്. അപ്പോൾ ഹരിയേട്ടനാ ഇവിടെ വരാൻ പറഞ്ഞു. പിന്നെ വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാനുള്ള കൊതി കൊണ്ട് വരുന്ന ചേട്ടാ. എനിക്ക് ഇറച്ചലും വീടോ വീട്ടുകാരൊന്നും ഇല്ല ചേട്ടാ. ആകെയുള്ളവർ ഇവരാ, ഈ വീട്ടിലുള്ളവർ. പിന്നെ ചേട്ടാ എനിക്ക് അത്രയും വലിയ തെറ്റിയുള്ള ധൈര്യമൊന്നും ഇല്ല ചേട്ടാ. ആ വീട്ടിൽ ചേച്ചി മാത്രമല്ല, ഒരമ്മയും കൂടെ ഉണ്ട്. അതാരും നിങ്ങൾ മനസ്സിലാക്കിയില്ല. വിളിച്ചപ്പോൾ ജാട കാണിച്ചതിന് സോറി കേട്ടോ. പിന്നെ ഞാനിനി ഈ വീട്ടിലോട്ട് വരില്ല. ഞാനായിട്ട് ആ ചേച്ചിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട്. ഇനി ഇത് ആരോടും പറയില്ല ചേട്ടാ. എന്നാ പോട്ടെ ചേട്ടാ. ഡാ മോനെ, ഒരബദ്ധം പറ്റിയത്. ഡാ മോനെ, ഗിരിയേട്ടൻ നമുക്ക് സ്വന്തം ചേട്ടനെ പോലെയാ. എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ചോദിച്ചു പോയതാ. നീ വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് ആരും തോന്നലൊന്നും വേണ്ട. നിനക്ക് എപ്പോഴാണല്ലോ ഇവിടെ വരാം. ആരും ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ. ഒരുപാട് സമയമല്ലേ, പോകുമ്പോൾ. മോശമായിപ്പോയി, വേണ്ടാത്ത പരിപാടിയായിപ്പോയി. വല്ലവരുടെ വാക്കും കേട്ടിട്ടേ ആ ചെറുക്കനെ പിടിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇനി ഇങ്ങനത്തുള്ള വള്ളി പരിപാടി എടുത്ത് തലയിൽ വെക്കരുത്.
എന്നാ ശരി, ഞാൻ പോവാടാ. ഓക്കെ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആ ചെറുക്കനെ ഒന്ന് വാക്ക് കേൾക്കരുതെന്ന്. അവൻ തിന്നാനും കള്ളന്മാരനും മാത്രം വാ ഇറങ്ങുന്നത്. വാ കഴിഞ്ഞ് വാ നമുക്ക് കളിയാം. ഇല്ലടാ ഞാൻ കളിക്കുന്നില്ല, മൂട് പോടെ. ഹരി, അവൻ പറഞ്ഞ ശരിയാണെങ്കിൽ ആരുടെ ആയിരിക്കടാ ചട്ടി? അതാ ഗിരിയുടെ ആയിരിക്കും. അവ ഇട്ടുകൊണ്ട് പോകാൻ മറന്നായിരിക്കും. ആയിരിക്കും. പിന്നെ ഹലോ. ഹലോ, അവർക്ക് വല്ല സംശയമുണ്ടോ? ഇല്ല. ഹലോ. അവൻ കേറിയിട്ടുണ്ട്. എപ്പോ? ഞാൻ താ വരുന്നു.